ഈ വീടിൻ്റെ കാര്യത്തിലടക്കം വനംവകുപ്പ് കുറച്ചൊക്കെ അതിര് വിട്ട് പെരുമാറുന്ന നേരത്തിലേക്കാണ് അതെല്ലാം പോയത്. അതെ ആ പറഞ്ഞല്ലോ, അത് പറഞ്ഞു ആവശ്യമായ തിരുത്തൽ വരുത്തി. വേടൻ ചെയ്തിട്ടുള്ളതിൻ്റെ അകത്ത് പെശകുണ്ട്. അദ്ദേഹം കേരളം അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അയാൾ പാലിക്കേണ്ടുന്ന ശരിയായ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുകയും ഞാനത് തിരുത്തി, എന്നെ ആരും തിരുത്തിക്കാനുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിച്ചതോടുകൂടി ഞാൻ തിരുത്തിയിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ജാതി വിവേചനപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ നിലപാടിൻ്റെ വക്താവാണ് എന്ന് വരെ പറഞ്ഞ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത പോലും പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. അതൊന്നും ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ്. അതിനെയാണ് കല ആഭാസമാണ് എന്ന് പറഞ്ഞത്. ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ആശയങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഉയർത്തിരുന്ന് വരുന്നത്. അവരുടെ മനസ്സിലതാണ്. ഇതുപോലുള്ള കലയെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ ക്ലാസിക്കൽ കലയെ പറ്റി ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇത് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ഇപ്പോൾ വളരെ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേടൻ ഉൾപ്പെടെയുള്ള റാപ്പ് മ്യൂസിക്. റാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, റിത്തം ആൻഡ് പോയട്രി എന്നാണ്. അപ്പോൾ അത് താളാത്മകമായ രീതിയിൽ കാര്യങ്ങൾ പദ്യരൂപം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിന് നല്ല റീച്ചുണ്ട് കേരളത്തിലുൾപ്പെടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ. അതുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ രീതിയിലുള്ള കടന്നാക്രമണം നടത്തുക, അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യത കേരളത്തിലുണ്ട്, എല്ലാ ജനാധിപത്യ ശക്തികൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം മുതലേ അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ആദ്യത്തെ ദിവസം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒറ്റപ്പെടുത്തേണ്ട ഒരാളല്ല വേടൻ. ഇപ്പം CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ് വിജയകരമായി നടന്നു. ജനറൽ സെക്രട്ടറി ആയിട്ട് MA ബേബി എത്തി. അപ്പോൾ ഈ മെമ്പർഷിപ്പിൽ നമ്മൾ നോക്കുമ്പോൾ 10 ലക്ഷത്തിലധികം മെമ്പർഷിപ്പ് രാജ്യത്തുണ്ടെങ്കിൽ അതിൽ 5 ലക്ഷത്തിലധികവും കേരളത്തിൽ നിന്നാണ്. ഒരു കേരള പാർട്ടിയായി CPM ചുരുങ്ങുന്നു എന്ന ആക്ഷേപങ്ങൾ ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇല്ലില്ല, അത് പണ്ടേ മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലെല്ലാം നല്ല രീതിയിൽ കേരളം തന്നെയാണ് മെമ്പർഷിപ്പിൻ്റെ ഒന്നാം സ്ഥാനത്ത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടി സംഘടനാ പ്രവർത്തനം നടക്കുന്നുണ്ട്, വർഗപരിണ സംഘടനാ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒരു അഖിലേന്ത്യാ പാർട്ടിയായിട്ട് തന്നെയാണ് പാർട്ടി നിലകൊള്ളുന്നത്. നിരവധി സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് ജനപ്രതിനിധികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊന്നും ഭാഗമായിട്ട് അത് കേരളത്തിൽ ചുരുങ്ങി പോകുന്നു എന്നുള്ളതല്ല. കേരളത്തിലാണ് ശക്തിയായിട്ട് നിലനിൽക്കുന്നത് എന്ന് മാത്രം പറയാം. കേരളത്തിലെ പാർട്ടി ശക്തിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് മൂന്നാമത്തെ ടേമിലേക്ക് പോകാനുള്ള നല്ല രീതിയിലുള്ള ഒരു പുതിയ കേരളത്തെ പറ്റിയാണ് സങ്കല്പിക്കുന്നത്. അതിൻ്റെ രീതിയിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. കേരളത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട്. പക്ഷേ അത് കേരള പാർട്ടിയായിട്ട് ചുരുങ്ങുകയാണ് എന്ന് പറയുന്നത് തെറ്റായ പ്രചരണമാണ്. മാഷുദിൻ്റെ വാക്കുകൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ശേഷം ആണ് മെമ്പർഷിപ്പിൽ കൂടുതൽ എത്തിയവരാണ് കേരളത്തിലുള്ളവരിൽ. അതിൽ തന്നെ 50%-ലധികം പേര് ഈ ഗവൺമെൻറ് ശേഷമാണ്. അപ്പോൾ അവർക്കൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് കുറവ് അങ്ങനെ പോരാ. രാഷ്ട്രീയ വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് എന്ന് പറയണമെങ്കിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം എപ്പോഴും ഒരു അവസാനിക്കണ്ടേ. എത്ര കാലം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം ആരംഭിക്കുന്നോ, പ്രത്യേകിച്ച് CPIM, അക്കാലം അത്രയും തുടരേണ്ടുന്ന ഒന്നാണ് രാഷ്ട്രീയ വിദ്യാഭ്യാസം. രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് അവസാനമൊന്നുമില്ല. അങ്ങനെയാണ് ശരിയാണ് ധാരണ. എന്തോ ഒരു കാര്യം ഗുളികപ്രായത്തെ കൊടുത്ത് അതോടുകൂടി രാഷ്ട്രീയം തീർന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വരുന്ന എല്ലാ രാഷ്ട്രീയ പ്രക്രിയയിലും ഇടപെടാൻ അവരെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി കൃത്യമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം, സംഘടനാ വിദ്യാഭ്യാസം സഖാക്കൾക്കും പ്രവർത്തകർക്കും കൊടുത്തുകൊണ്ട് മാത്രമേ പാർട്ടിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. ആ പ്രക്രിയയിലാണ് പാർട്ടി ഉള്ളത്. ഈ ഗ്രൂപ്പ് മെമ്പർഷിപ്പിലേക്ക് വരുന്ന ആളുകൾ വലിയ ഭാഗം കൊഴിഞ്ഞു പോകുന്നു കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് സമയത്ത്. സാധനം ഗ്രൂപ്പിലേക്ക് എടുക്കുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ ഗ്രൂപ്പിലേക്ക് എടുക്കുമ്പോൾ അല്ല കൊഴിഞ്ഞു പോകുന്നത്, ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ കൊഴിയ തന്നെ ചെയ്യും. എല്ലാ ഗ്രൂപ്പിൽ ചേർത്തിട്ടുള്ള ആളുകളെയും പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കൊണ്ടിരില്ല. ഗ്രൂപ്പിൽ നിന്ന് ഒരു ചെറിയ വിഭാഗത്തെ മാത്രമേ പാർട്ടി മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് 1-2 ആളുകൾക്കാണ് ഒരു ബ്രാഞ്ചിൽ നിന്ന് എടുക്കുക. ഞങ്ങൾക്ക് 38,426 ബ്രാഞ്ചുണ്ട് ഈ കേരളത്തിൽ. ഈ ഓരോ ബ്രാഞ്ചിൽ നിന്നാണ് ഈ പറയുന്ന പോലെ ഓരോരാളെ ഈ 2 ആളെ നമ്മൾ ഓരോ കൊല്ലവും അനുഭാവി ഗ്രൂപ്പിൽ നിന്ന് 10, 15, 20 ആളടങ്ങുന്ന അനുഭാവി ഗ്രൂപ്പിൽ നിന്ന് 2-3 ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിലേക്ക് എടുക്കുക. ആ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിൽ നിന്നാണ് പിന്നീട് പൂർണ്ണ മെമ്പർഷിപ്പിലേക്ക് വരിക. 2-3 കൊല്ലക്കാലത്തെ പ്രക്രിയയാണ്. അവിടെ അതിൽ ഒരു വിഭാഗം കൊഴിഞ്ഞു പോകും. ആ കൊഴിഞ്ഞു പോക്ക് കുറക്കണമെങ്കിൽ രാഷ്ട്രീയ സംഘടനാ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഇവരെ മുന്നോട്ടേക്ക് നയിക്കണം. ആ നയിക്കുക പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്.